ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ലിവ് വിത്ത് ഡിവോഷൻ. ഇന്നൊരു അടിപൊളി വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ജന്മാഷ്ടമി വിഷസ് പറയുന്നു. ഇന്നലെയായിരുന്നു നാട്ടിൽ ജന്മാഷ്ടമി. ദഹി ഹണ്ടി സെലിബ്രേഷൻ ഇന്നാണ് ഇവിടെ സ്കൂളിനൊക്കെ അവധി. സോ എല്ലാവർക്കും ജന്മാഷ്ടമി വിഷസ് നേരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ സന്തോഷ വർത്തമാനം ഞാൻ പറയാം. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുന്നു. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ടാർഗറ്റ് ഫോർ അവർ ചാനൽ. അതൊരു വലിയ സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പം സാധാരണ രീതിയിൽ 50K അത്രയൊക്കെ ആയവർക്ക് മാത്രമാണ് ചാനൽ മോണിറ്റൈസ് ആയി കണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ എൻ്റെ ഭാഗമായിരിക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ വക ഒരു താങ്ക്സ് പറയുകയാണ്. നിങ്ങളെല്ലാവരും ഇത്രയധികം വാച്ച് അവേഴ്സ് കണ്ട് കൂട്ടി സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്, അത്ര ഒരു എൻകറേജ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാർഗറ്റ് ഇത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്തത്. അപ്പം എല്ലാവർക്കും എൻ്റെ താങ്ക്സ്, നന്ദി. ഈ ഒരു സപ്പോർട്ട് ഇനി നമ്മുടെ കൂടെ വേണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ 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 ഒത്തിരി 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 വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് പറയുന്ന ആയിക്കോട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. സോ അതിനെക്കുറിച്ച് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഞാൻ എപ്പോഴും ഈവൻ ട്രാവലിങ്ങിനായിക്കോട്ടെ, ഞാൻ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ വീഡിയോസ് ഇടാതിരിക്കാറില്ല. സോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയ സ്റ്റോറി പറയാം അല്ലേ. അപ്പോൾ ഈ 2024 ഇപ്പം നമുക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് മോണിറ്റൈസ് ആവണമെങ്കിൽ, മോണിറ്റൈസ് ആവുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിനി ഇടുന്ന ആഡിന്, യൂട്യൂബ് ഇടുന്ന ആഡിന് നമുക്ക് പൈസ കിട്ടും. അതാണ് മോണിറ്റൈസ് ആവുക എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ഒരു ഇൻകം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ മോണിറ്റൈസ് ആവുക. അതിനെ യൂട്യൂബ് കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കെപ്പോഴും അത് ഭയങ്കര ഹൈ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ ഒരിക്കലും ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം എന്നൊരു ടാർഗറ്റോ ഒരു ഗോളോ വെച്ചിട്ടേ ഇല്ല സത്യം. ഞാൻ എപ്പോഴും ആരെങ്കിലും ചോദിക്കുമ്പോഴോ അതൊക്കെ നമ്മൾക്കൊക്കെ പറ്റുന്ന കാര്യമാണോ എന്ന് മാത്രമേ ചിന്തിക്കാറ്. പക്ഷേ പെട്ടെന്ന് എല്ലാം ഷടുപടേന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. സോ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഒരാഴ്ച മുന്നേ വന്നതാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിച്ചില്ല. കണ്ടില്ല, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഷോർട്സോ ഒന്നും ഇട്ടിട്ടില്ല, ലൈവോ ഒന്നും ഇട്ടിട്ടില്ല. സോ അപ്പം ഇപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിച്ചത്. അപ്പം എങ്ങനെയാണ് യൂട്യൂബ് 2024 യൂട്യൂബ് പോളിസി ക്രൈറ്റീരിയ പ്രകാരം ഒരു ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് മിനിമം ആണ്. 1000 സബ്സ്ക്രൈബേഴ്സ്, നമുക്കിപ്പം 1000 ഒക്കെ കടന്നു. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സാണ് ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വാച്ച് അവേഴ്സ് ആണ്. വാച്ച് അവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും എത്രയായിരുന്നു, 3000 വാച്ച് അവേഴ്സ്. അപ്പം 3000 വാച്ച് അവേഴ്സ് ആണ് പറയുന്നത്. പക്ഷെ അതിന് തൊട്ട് താഴെ വരെ 4000 വാച്ച് അവേഴ്സ് അറ്റൈൻ ചെയ്യുമ്പോഴത്തേനും എന്തോ സ്പെഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ എനേബിൾ ആവുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 4000 വാച്ച് അവേഴ്സും കഴിഞ്ഞു. സോ നമുക്ക് ആ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ എനേബിൾ ആയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ക്രൈറ്റീരിയ. അതായത് അത്രയും ഇത്ര വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും വാച്ച് അവേഴ്സ് കിട്ടുമെന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. നമ്മൾ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പിടിച്ചിരുത്തി അവരെ വീഡിയോസ് കാണണം. നമ്മുടെ വീഡിയോസ് കണ്ടാൽ മാത്രമേ നമുക്ക് അത്ര ഒരു വാച്ച് അവേഴ്സ് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാനൊക്കെ കൂടുതലും ഇടുന്നത് മ്യൂസിക് വീഡിയോസ് അല്ലേ. അതിലെത്ര ഒരു മാക്സിമം ഒരു പാട്ട് എത്ര വരും, ഒരു 5 മിനിറ്റ് അല്ലേ. ആ 5 മിനിറ്റ് ഒരു വീഡിയോ എത്ര 5 മിനിറ്റ് ചേർന്നിട്ടാണ് നമുക്ക് ആ ഒരു അത്ര ഒരു വാച്ച് ഹൗസ് എത്താൻ പറ്റുന്നതെന്ന് ആലോചിച്ച്. വെരി ഡിഫിക്കൾട്ട് ടാസ്ക്. സോ എനിക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബർ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലോങ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് ഇടുക തന്നെ വേണം. അതല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ലോങ് വീഡിയോസിലോട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ കടക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ കാരണം അല്ലെങ്കിൽ ഷോർട്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര 10 മില്യണോ അത് ഭയങ്കര ഇതാണ്. ആ ഒരു ഹൈറ്റ് അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അത്രയും വൈറലായി പോകണം. അപ്പം അതിനേക്കാളും നമ്മളെപ്പോഴുള്ളൊരു
ബിഗിനേഴ്സിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ലോങ് വീഡിയോസ് ആയിരിക്കും ഹെൽപ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, നിങ്ങൾക്ക് ഷോർട്സ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ അതൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത്രയും നമ്മൾ വിടുന്ന വീഡിയോസ് എല്ലാം വൈറലായിക്കൊണ്ടിരിക്കണം. സോ അങ്ങനെ കഴിവുള്ളവർക്ക് അങ്ങനെ ശ്രമിക്കാം. അപ്പം നമുക്ക് ഷോർട്സിൻ്റെ ടാർഗറ്റ് അല്ല, നമുക്ക് സാധാരണ വീഡിയോയുടെ വാച്ച് അവേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മോണിറ്റൈസ് ആയത്. സോ എനിക്ക് നമ്മുടെ ഈ ചാനൽ തുടക്കം തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു വാർത്ത വളരെയധികം സന്തോഷം തരുന്ന വാർത്തയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനി 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 എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം, എന്നെ എൻകറേജ് ചെയ്യണം. ഇത്ര പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? വേറെ എന്താ പറയാനുള്ളത്, എങ്ങനെയൊക്കെ മോണിറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയ 2024 ഞാൻ പറഞ്ഞു. പിന്നെ ലോങ് വീഡിയോസ് ആയിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ തന്നെ. ഒരാഴ്ച മുന്നേ നമ്മൾ മോണിറ്റൈസ് ആയതാണ്. എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയൊക്കെ തന്നെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ലൈവ് ഇപ്പോൾ യൂട്യൂബുകാർ നമ്മൾ പറയുന്നുണ്ട് കുറച്ചുകൂടെ ലൈവൊക്കെ പോയിട്ട് ഓഡിയൻസായിട്ടൊക്കെ ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, അത് എൻഗേജ്ഡ് ആവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിൽ വന്ന ഒരു ബിഗ് മിസ്റ്റേക്കാണ്. കാരണം ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർ പോലും റെഗുലർ ആയിട്ടുള്ള രീതിയിൽ ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ അറിയാം. പക്ഷെ ഞാൻ എത്ര ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്കല്ല, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ച് എടുക്കുന്നില്ല. ഒരു മാർക്കറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല എൻ്റെ ഒരു ചിന്തയുടെ പോക്കെന്ന് പറയുന്നത്. സോ അവിടെയൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയണ്ടേ, നമ്മളൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഒത്തിരി ആ ഒരു സൈഡിലേക്കും ആ ഒരു ഡയറക്ഷൻലെസ് ആയിട്ട് പോകുന്നേക്കാളും കുറച്ചുകൂടെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് വരുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളും പഠിച്ച് വരുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൈക്ക്, നമുക്ക് താമസിയാതെ തന്നെ മൈക്ക് മോണിറ്റൈസ് ആയെന്നൊന്നും അറിയുന്നതിന് മുന്നെയാണ് ഞാൻ ഈ മൈക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അല്ല മോണിറ്റൈസ് എത്താറായി എന്ന് എനിക്കറിയായിരുന്നു. യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പക്ഷെ ഞാനത് അച്ചീവ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതെ, അപ്പം ഞാൻ മൈക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്. എനിക്ക് ഇപ്പോൾ ഇപ്പോഴെങ്ങാനും താമസിയാതെ ആവുമെന്ന് തോന്നിയായിരുന്നു എൻ്റെ YT സ്റ്റുഡിയോയിൽ നോക്കിയപ്പോൾ. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്കൊരു മൈക്കൊക്കെ സെറ്റ് ആക്കാം. സോ മൈക്ക് ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരാഴ്ചത്തെ ആ ഒരു വിശേഷം കാരണം നമ്മൾ മൈക്കിൻ്റെ ഒന്നും നോക്കിയിട്ടില്ല. മൈക്ക് വാങ്ങാം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഇന്ന മൈക്ക് വാങ്ങാനൊക്കെ. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും കൂടെ സജസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ലൈവൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആവാം. അതാണ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ Q&A വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കൊരു Q&A ഒക്കെ ചെയ്യാം. അത്രേ ഉള്ളൂ. എല്ലാവരും നല്ലതായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. സോ